അപ്പോൾ നമ്മൾ ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കും വഴുതനങ്ങയും നമ്മളൊരു മസാലക്കറി ഉണ്ടാക്കാൻ പോവാണ് നമ്മളെ ഉച്ചക്കത്തെ ഊണിലേക്ക്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെണ്ടയ്ക്കും വഴുതനങ്ങയും ഒന്ന് ഫ്രൈ ആക്കി ആദ്യം എടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊന്ന് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കാം. അപ്പോൾ വഴുതനങ്ങ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വെണ്ടയ്ക്ക് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഫ്രൈ ആക്കി എടുത്തിട്ട് ബാക്കി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കും വഴുതനങ്ങയും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ട് നമുക്കൊന്ന് മീഞ്ഞ് വെള്ളം ഒന്ന് എടുക്കണം. ഇത് നമ്മളിനി ഉള്ളി ഒന്ന് വാട്ടാൻ പോവാണ്. ഇത് നല്ലോണം നമുക്കിത് നല്ലോണം വാട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് വെക്കണം. ഇത് നല്ലോണം വഴറ്റി വരണം. നല്ലോണം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലേക്ക് മസാല ഇട്ടെടുക്കും. ഞാൻ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളകും പൊടിയും ചേർത്തിട്ടുള്ളൂ. പച്ചമുളക് ഇട്ട കാരണം എരിവൊന്ന് കുറച്ചതാണ്. അപ്പോൾ അതൊന്ന് പച്ചമണം ഒന്ന് മാറോളം നമുക്കൊന്ന് ഇളക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ മസാല തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്തിട്ട് നമുക്കത് വെണ്ടയ്ക്കും വഴുതനങ്ങയും നമുക്ക് ഫ്രൈ ചെയ്ത് ഇട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലേശം കൂടെ വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്, അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നമ്മൾ അളവിനനുസരിച്ചിട്ടാൽ മതി. ഇനി നമ്മളിത് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കും വഴുതനങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഇതൊന്ന് കുക്കാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ നല്ല മസാല കുറുമ വെണ്ടയ്ക്കും വഴുതനങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മേലേക്ക് ചെറുതായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് കടക് ഒരു പച്ചമുളകും കൂടെ പൊടിച്ച് കണ്ടതിക്കൊന്നുണ്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗേസ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം ഈ ഒരു കറിയുടെ കട്ടിയും ഒക്കെ. അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കത്. നല്ല കട്ടിയിൽ നമുക്കിത് കറിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് 2 വറവിൻ്റെ നമ്മളെ വെണ്ടയ്ക്കും വഴുതനങ്ങയും വറുത്തതായതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഇതിൽ നിൽക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗേസ്. നമ്മൾ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.